വയനാട് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല, ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല, നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല, ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല, ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ, പട്ടികവർഗ നിരക്ക് കൂടുതലുള്ള ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല, വൈദ്യുത വേലി സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ജില്ല, ഏറ്റവും കുറവ് ദേശീയ പാതകളുള്ള ജില്ല, ദേശീയ പാതാ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല, കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല, ഗദ്ദിക എന്ന മന്ത്രവാദ ചടങ്ങ് നിലവിലുള്ള ജില്ല, കേരളത്തിലെ ഏക പീഠഭൂമി, ഇഞ്ചിയും കാപ്പിയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള ഏക ജില്ല, കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ല, കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് നിയമസഭയിൽ സംവരണമുള്ള ഏക ജില്ല, കേരളത്തിൽ ജൈനമത വിശ്വാസികൾ കൂടുതലുള്ള ജില്ല, സിക്കിൾ സെൽ അനീമിയ എന്ന പാരമ്പര്യ രോഗം കൂടുതലായി കാണുന്ന ജില്ല, പൂക്കോട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നു, ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല, ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല, കേരളത്തിൽ ആദ്യമായി മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല, ജില്ലയിലൂടെ കടന്നുപോകുന്ന ഏക ദേശീയപാതയാണ് NH2 ടോൾ. വയനാട്ടിലെ പ്രധാന ആദിവാസി ജനവിഭാഗങ്ങളാണ് കുറിച്യർ, കുറുമ്പർ, പണിയർ, ഊരാളികൾ, കാട്ടുനായ്ക്കർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി ജനവിഭാഗമാണ് പണിയർ. വയനാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് കാട്ടിമട്ടം. ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല, കല്ലാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല, ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി. വയനാടൻ കുടിയേറ്റക്കാരുടെ പശ്ചാത്തലത്തിൽ SK പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക. മൈസൂറിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട്ടിൽ വീരക്കല്ല് കണ്ടെത്തിയ സ്ഥലം പുൽപ്പള്ളി. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗമാണ് ചോലനായ്ക്കർ. ചരിത്രം. പുറൈഗിരി നാടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം തിരുനെല്ലി ശാസനം. തിരുനെല്ലി ശാസനം പുറപ്പെടുവിപ്പിച്ചത് ഭാസ്കര രവിവർമ്മൻ. പൗരാണിക രേഖകളിൽ മായക്ഷേത്രം എന്ന് പരാമർശമുള്ള പ്രദേശം വയനാട്. തിരുനെല്ലിയുടെ സംസ്കൃത നാമം ആമലക്ക. പ്രാചീന കാലത്ത് കബനി അറിയപ്പെട്ടിരുന്ന പേര് കപില. കുറിച്യർ കലാപം നടന്നത് വയനാട്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയെ ജൈനന്മാർ വിശേഷിപ്പിച്ചത് ഹെന്നരു ബീഡിഗെ. അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. എടവക. ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. പനമരം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം. തലയ്ക്കൽ ചന്തു സ്മാരകം. കുറുവാദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. കബനിയിൽ സ്ഥിതി ചെയ്യുന്നു. കക്കാവയൽ. വനപർവം ജൈവവൈവിധ്യ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നു. കബനി വയനാട് ജില്ലയിലെ പ്രധാന നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത്. കാവേരി നദിയുടെ പോഷക നദി. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നു. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. കബനിയും കാവേരിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് തിരുമകൂടൽ. ബാണാസുര സാഗർ കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട്. ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട്. ഏഷ്യയിലെ 2ാമത്തെ വലിയ മണ്ണ് അണക്കെട്ട്. ഒഴുകുന്ന സോളാർ പാനൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച ജലസംഭരണി. കാരാപ്പുഴ വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. തിരുനെല്ലി. തിരുനെല്ലിക്ക് സമീപം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നു. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി. പക്ഷിപാതാളം അപൂർവ ഇനം പക്ഷികളെ കാണുന്ന വയനാട്ടിലെ പ്രദേശം. സംരക്ഷിക്കപ്പെടുന്ന അപൂർവ പക്ഷിയാണ് ചിത്രകൂടൻ. സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ബ്രഹ്മഗിരി മലനിര. സുൽത്താൻ ബത്തേരി 2 സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള ഏക താലൂക്ക്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവാണ് ടിപ്പു സുൽത്താൻ. ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഗണപതി വട്ടം. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുൽപ്പള്ളി. പൂക്കോട്
2010 നിലവിൽ വന്ന കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം. ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. കൃഷ്ണഗിരി. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. കേരളത്തിൽ ക്രിക്കറ്റിന് വേണ്ടി മാത്രം നിർമ്മിച്ച സ്റ്റേഡിയം. ചൂണ്ടൽ. പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം. ലക്കിടി. വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ചിറാപൂഞ്ചി എന്ന് വിശേഷിപ്പിക്കുന്നു. മാനന്തവാടി. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. പൊഴുതന. ഇന്ത്യയിൽ ആദ്യമായി മൗണ്ടൻ സൈക്ലിംഗ് വേദിയായ സ്ഥലം. എടയ്ക്കൽ ഗുഹ. പ്രാചീന ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയ ഗുഹ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയാണ് അമ്പുകുത്തിമല. പ്രമുഖരെ നോക്കാം. പി.കെ. ജയലക്ഷ്മി. കേരളത്തിലെ ആദ്യ പട്ടികവർഗ വനിതാ മന്ത്രി. കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ മന്ത്രി. പി. വത്സല. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നു. വെള്ളച്ചാട്ടങ്ങൾ. കാന്തൻപാറ വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, ചെതലയം വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം. തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കാശി, തെക്കൻ കാശി എന്നറിയപ്പെടുന്നു. പ്രതിഷ്ഠ മഹാവിഷ്ണു. സമീപത്തു കൂടി ഒഴുകുന്ന നദി പാപനാശിനി പുഴ. സീതാദേവി ക്ഷേത്രം. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളിയിൽ. കുശൻ ക്ഷേത്രം. കേരളത്തിലെ ഒരേയൊരു കുശൻ ക്ഷേത്രം. കോട്ടമുണ്ട് കണ്ണാടി ക്ഷേത്രം. 23ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണിത്. വർഷങ്ങൾ നോക്കാം. 1793, 1797 ഒന്നാം പഴശ്ശി കലാപം. 1800, 1805 രണ്ടാം പഴശ്ശി കലാപം. 1805 പഴശ്ശിരാജ ജീവത്യാഗം ചെയ്ത വർഷം. 1812 കുറിച്യർ ലഹള നടന്ന വർഷം. 1875 ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച വർഷം. 1890 ഫ്രെഡ് ഫോസൻ വയനാട്ടിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ വർഷം. 1980 വയനാട് ജില്ല രൂപം കൊണ്ട വർഷം. 2003 മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം. 2014 വയനാട്ടിൽ 26ാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് നടന്ന വർഷം.